നമസ്കാരം. ഫാബിൻ്റെ ന്യൂ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ധന്യ സരോഷ്. ഇന്ന് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന ഒരു ട്രംപറ്റ് ടോപ്പാണ്. ട്രംപറ്റ് എന്ന് പറയുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഷേപ്പിലുള്ള ടോപ്പ്. അപ്പോൾ ഈ ടോപ്പ് ചെയ്യാൻ വേണ്ടി ഒരു 3.5 മീറ്റർ തുണി ആവശ്യമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫ്രണ്ടിന് വേണ്ടി തുണി ഒന്ന് മടക്കിയിട്ട് ഓപ്പൺ സൈഡ്, ഇവിടെയാണ് ഫോൾഡാണ്, ഈ ഓപ്പൺ സൈഡിൽ ഒരു മടക്കേ ഉള്ളൂ. ഓപ്പൺ സൈഡിൽ 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. എല്ലാവരും 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. താഴെ വരെ നമുക്ക് എത്രയാണ് ലെങ്ത് ആവശ്യമുണ്ട് അത്രയും വരെ 1 ഇഞ്ച് തുറന്നെടുക്കുക. ഓപ്പണായിട്ടിരിക്കുന്ന സ്ഥലത്ത് മാർക്ക് ചെയ്യുക. ഈ പോയിൻ്റൊക്കെ ജോയിൻ ചെയ്യാം. ഫ്രണ്ട് ഇങ്ങനെ വരച്ചു. അതിൻ്റെ പുറത്തേക്ക് വേറൊരു തുണി ഒന്ന് ഫോൾഡ് ചെയ്ത തുണി, അതായത് ബാക്ക് പീസാണ്, ഒന്ന് ഫോൾഡ് ചെയ്യുക. ആ ലൈനിലോട്ട് ആ ലൈനിലോട്ട് വെക്കുക. ഇത് ഫ്രണ്ട് പീസ് 2 ലെയറായിട്ടിരിക്കുന്ന ഫ്രണ്ട്, ബാക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് 1 ഇഞ്ച് മാറ്റി അതിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് നമ്മൾ ഇനി ഈ ഫോൾഡിൽ നിന്നാണ് മാർക്ക് ചെയ്യേണ്ടത്. ഈ ഫോൾഡിൽ നമുക്ക് എത്രയാണ് ലെങ്ത് ആവശ്യമുള്ളത് അത് മാർക്ക് ചെയ്യുക. ഫുൾ ലെങ്ത് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഹാഫ് ഷോൾഡർ ഈ ഫോൾഡിൽ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യണം. നമ്മൾ ഷോൾഡറിൻ്റെ പകുതി മാർക്ക് ചെയ്യുക. ഇത് കോളർ ആയതുകൊണ്ട് ഹാഫ് ഷോൾഡർ പ്ലസ് 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഹാഫ് ഷോൾഡർ പ്ലസ് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. അത് തന്നെ ഈ ടോപ്പിൽ നിന്ന് താഴത്തോട്ട് മാർക്ക് ചെയ്യുക. അതിൻ്റെ ബോക്സ് അങ്ങ് വരയ്ക്കുക. ഈ പോയിന്റിൽ നിന്ന് ചെസ്റ്റ് റൗണ്ട് ഡിവൈഡ് ബൈ 4 പ്ലസ് 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി ഈ പോയിന്റിൽ നിന്ന് താഴത്തേക്ക് വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്യുക. അവിടെ ആ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് 1/4 വേസ്റ്റ് റൗണ്ട് പ്ലസ് 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി അടുത്തത് ഈ പോയിന്റിൽ നിന്ന് താഴത്തേക്ക് ഹിപ്പ് ലെങ്ത് മാർക്ക് ചെയ്യുക. അവിടെ ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്യുക. ഹിപ്പ് റൗണ്ട് ഡിവൈഡ് ബൈ 4 പ്ലസ് 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി അടുത്തത് സീറ്റ് ലെങ്ത് മാർക്ക് ചെയ്യുക. മേളിൽ നിന്ന് താഴേക്ക് നമ്മുടെ സീറ്റ് ലെങ്ത് മാർക്ക് ചെയ്യും. അവിടെ സീറ്റ് റൗണ്ട് ഡിവൈഡ് ബൈ 4 പ്ലസ് 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി അടുത്തത് നീ ലെങ്ത് മാർക്ക് ചെയ്യുക. നീ ലെങ്തിൻ്റെ അവിടെ നമുക്ക് സീറ്റ് റൗണ്ടിന് കിട്ടിയ അളവിനേക്കാട്ടിൽ ഒരു 2 ഇഞ്ച് കുറച്ച് ഒരു ലൈൻ വരയ്ക്കുക. അതായത് സീറ്റ് റൗണ്ട് ഒരു 11 കിട്ടിയെങ്കിൽ ഒരു 9 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതുകൊണ്ട് താഴത്ത് നമുക്ക് ഫുൾ ലെങ്തിൻ്റെ അവിടെ ഫ്ലെയർ, നമുക്ക് എത്രയാണ് ഫ്ലെയർ ആവശ്യമെന്ന് വെച്ചാൽ അത്ര എടുക്കുക. ഒരു 15 എടുത്ത് നമ്മളിത് ജോയിൻ ചെയ്യുക. നമ്മുടെ ഷേപ്പ്. എന്നിട്ട് നമുക്ക് ആം ഹോൾ വരയ്ക്കാം. ആം ഹോൾ വരയ്ക്കുമ്പോൾ നമ്മൾ ഇവിടെ ഷോൾഡർ 1 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ആ 1 ഇഞ്ച് ഇങ്ങോട്ട് ഈ അകത്ത് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. മേളിൽ നിന്ന് ഇവിടെ നിന്ന് താഴത്തേക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടേക്ക് ചരിച്ചും വരയ്ക്കുക. ഇനി നമ്മൾ ചരിച്ച് വരച്ച ഈ പോയിന്റിൽ നിന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇത് ബാക്ക് ആം ഹോളാണ്. ഷോൾഡർ ചരിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. നെക്ക് വിട്ട് ഈ ഫോൾഡിൽ നിന്ന് 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ നിന്ന് താഴത്തേക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. മേലിൽ നിന്ന് 1/2 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്തിട്ട് ഈ നെക്കിൻ്റെ അവിടെ ഇട്ട് ജോയിൻ ചെയ്യുക. നമുക്ക് ഫ്ലെയർ ഷേപ്പ് ചെയ്യാം. ഫ്ലെയറിൻ്റെ ഇവിടെ 1.5 ഇഞ്ച് മേളിലേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ബാക്കിലത്തെ പീസ് മാറ്റിയിട്ട് ഫ്രണ്ടിലത്തെ ആം ഹോൾ വരയ്ക്കണം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്യുക. പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് 3/4 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് സ്കെയിൽ വെച്ച്
ഇവിടുന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ സ്കെയിലിങ്ങനെ വെച്ച് ഈ ആംഹോൾ കട്ട് ചെയ്യും. സ്ലീവിന് വേണ്ടി തുണി ഒന്ന് മടക്കിയിട്ട് ഒന്നുകൂടെ മടക്കുക. ഈ ഫോൾഡിൻ്റെ അവിടെ സ്ലീവ് ലെങ്ത് പ്ലസ് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ ചെസ്റ്റ് ഡിവൈഡ് ബൈ 4 + 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇങ്ങോട്ട് 4 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇവിടെ ഹാഫ് സ്ലീവ് റൗണ്ട് പ്ലസ് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതുമായിട്ട് ജോയിൻ ചെയ്യുക. എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ഒരു ലൈൻ വരയ്ക്കുക. ലൈനിൻ്റെ മിഡ് പോയിന്റ് കാണുക. എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് 2 സൈഡിലേക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. പിന്നെ ഇവിടെ നിന്നോട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ ഫോൾഡിൻ്റെ ഇവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ നിന്ന് 1 ഇഞ്ചിലേക്ക് വന്ന് വളച്ച് 1ലേക്കും ഇവിടുന്ന് 1/2 വന്ന് 1ലേക്ക് ഇനി കട്ട് ചെയ്യാം. എന്നിട്ട് ഫസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ബാക്കിലത്തെ ആംഹോൾ കട്ട് ചെയ്യാം. എന്നിട്ട് നിവർത്തി വെച്ചിട്ട് നോക്കണം നല്ല വശം ചേർന്നാണ് ഇരിക്കുന്നതെന്ന് നോക്കിയിട്ട് ഫ്രണ്ടിലത്തെ ആംഹോൾ കട്ട് ചെയ്യും. ഓക്കെ, സ്ലീവും കഴിഞ്ഞു. നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം. ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, 1 ഇഞ്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് നെക്ക് വിട്ട് മാർക്ക് ചെയ്യാം. നെക്ക് വിട്ടാണെങ്കിൽ ഒരു 2.25 എടുക്കാം. 2.25 എടുത്തു. ഇറക്കം താഴത്തേക്കുള്ള ഇറക്കം ഒരു 4 ഇഞ്ച്. 2.25 4 ബോക്സ് വരയ്ക്കുക. എന്നിട്ട് റൗണ്ട് അതിങ്ങനെ ഇങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഫ്രണ്ട് കഴിഞ്ഞ് ഈ ബാക്ക് പീസിൻ്റെ ഈ ഫോൾഡിൽ നിന്ന് ഇങ്ങോട്ട് 2.25 മാർക്ക് ചെയ്യുക. നെക്ക് വിട്ട് 2.25 മാർക്ക് ചെയ്യുക. ഇറക്കം ഒരു 1 ഇഞ്ച് മതി. 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ടൊന്ന് റൗണ്ട് കൊടുക്കുക. എന്നിട്ടത് കട്ട് ചെയ്യാം. ഫ്രണ്ട് പീസിൻ്റെ നമ്മൾ നെക്ക് കട്ട് ചെയ്തല്ലോ, ഈ നെക്ക് കട്ട് ചെയ്തെടുത്ത് നിന്ന് ഈ പോയിന്റിൽ നിന്ന് താഴത്തേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. വെളിയിൽ നിന്ന് നീ ലെങ്ത് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഈ 3 ഇഞ്ചിന് നീ ലെങ്ത് വരെ നമ്മളങ്ങ് സ്റ്റിച്ച് ചെയ്യുകയാണ്. ഈ 1 ഇഞ്ചിൻ്റെ ഈ ലൈനിൽ കൂടി നമ്മൾ ഈ 3 ഇഞ്ച് കഴിഞ്ഞു നമ്മുടെ നീ ലെങ്ത് എവിടെയാണെന്നുള്ളത് അവിടം വരെ സ്റ്റിച്ച് ചെയ്യുക. 2 ലെയറുണ്ട്. 2 ലെയറും കൂടി ചേർത്ത് വെച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഫ്രണ്ടിലത്തെ നമ്മളിവിടുന്ന് നീ ലെങ്ത് വരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് തിരിച്ച് ഇങ്ങനെ നിവർത്തിയിടുക. എന്നിട്ട് നെക്കിൻ്റെ ഈ പോർഷന് 1 ഇഞ്ച് ഇങ്ങനെ മടക്കി ഇപ്പോഴത്തെ ഇങ്ങനെ മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നെക്ക് ഇങ്ങനെ ഇരിക്കും. അതുപോലെ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് 1 ഇഞ്ചല്ലേ ഒന്ന് മടക്കി ഒന്നുകൂടെ മടക്കി ഇങ്ങനെ സ്ക്വയറിൽ ഇപ്പുറത്തേത് മടക്കി സ്റ്റിച്ച് ചെയ്യുക. ഫ്രണ്ടിലത്തെ ഇവിടെ ജോയിൻ ചെയ്തു, സ്ലിറ്റും അടിച്ചു, നെക്കും ശരിയാക്കി. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. അപ്പോഴത്തേക്ക് ബാക്കിലത്തെ പീസ് എടുത്ത് രണ്ടിൻ്റെ നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഷോൾഡർ 1/2 ഇഞ്ച് 2 ഷോൾഡറും സ്റ്റിച്ച് ചെയ്യാം. കോളറിന് വേണ്ടി തുണി ഒന്ന് മടക്കി ഒന്നുകൂടെ മടക്കുക. മടക്കിയിട്ട് ഇങ്ങനെ നമ്മളുടെ ടോപ്പ് മടക്കുക. ബാക്കിലത്തെ സെൻറ്ററും ഫോൾഡ് ചെയ്യുക. ഇവിടുത്തെ ഇങ്ങനെ നെക്കെടുക്കുക. എന്നിട്ട് ഈ ഫോൾഡിൻ്റെ അവിടെ നമ്മൾ തുണി മടക്കിയില്ലേ, ഈ ഫോൾഡിൻ്റെ അവിടെ ബാക്കിലത്തെ ഫോൾഡ് വെക്കുക. കറക്റ്റാക്കി വെക്കുക. ഫ്രണ്ട് ഇങ്ങനെ
കറക്റ്റ് വെച്ച് ഫ്രണ്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ വരയ്ക്കണം. ആ നെക്കങ്ങ് വരയ്ക്കുക. ഈ ഫ്രണ്ട് നെക്കിൻ്റെ ഈ പോയിൻറ്റിന് ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടിയാണ് ഒരു 1/2 ഇഞ്ച് എടുത്തു. ഇങ്ങനെ നമ്മുടെ നെക്കിൻ്റെ റൗണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമ്മളിതെടുത്ത് മാറ്റിയിട്ട് ഇവിടെ നിന്ന് 4 ഇഞ്ച് സ്ട്രെയിറ്റ് വരയ്ക്കുക. അതുപോലെ ഈ വശത്തും 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. ചുറ്റും 4 ഇഞ്ച്, ഈ നെക്കിൻ്റെ ചുറ്റും 4 ഇഞ്ച്. എന്നിട്ട് ആ പോയിൻ്റ് അങ്ങ് ജോയിൻ ചെയ്യുക. നമുക്കിത് കട്ട് ചെയ്യാം. ബാക്കിലത്താണ്, ഇവിടെ ഫോൾഡാണ്. ഫോൾഡും കൂടി ചേർത്ത് വെച്ച് കട്ട് ചെയ്യാം. ഇത് ഫ്രണ്ടിലത്തെ ഇതങ്ങ് ഓപ്പൺ ചെയ്യുക. പീറ്റർ പാൻ കോളർ പോലെയാണ്, പക്ഷെ ഇത് അസിമെട്രിക്കലാണ് ചെയ്യുന്നത്. ഇങ്ങനെ 2 പീസ് നമുക്കിത് കിട്ടും. ഇങ്ങനെ ഇട്ട് 2 ലെയർ. എന്നിട്ട് നമ്മൾ ഒരു സൈഡാണെങ്കിൽ ഇത് 4 ഇഞ്ചല്ലേ, ഒരു സൈഡ് ഒരു 2 ഇഞ്ചൊക്കെ മതി. 2 ഇഞ്ചിൽ ഇങ്ങനെ മാർക്ക് ചെയ്യാം. നമ്മൾ അവിടെ വന്ന് കട്ട് ചെയ്യും. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് നമ്മൾ കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി. ഇവിടുന്ന് 1/2 ഇഞ്ച് എടുത്ത് ഇങ്ങനെ റൗണ്ടിൽ, ഈ പോർഷന് സ്റ്റിച്ച് ചെയ്യുന്നില്ല, ഇവിടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. പുറത്ത് കാണുന്ന റൗണ്ട് സ്റ്റിച്ച് ചെയ്യുക 1/2 ഇഞ്ചിൽ. എന്നിട്ട് ഇവിടെ വന്ന് ഒന്നിങ്ങനെ സ്ട്രെയിറ്റ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും നോക്കണം നല്ല വശം ചേർന്നാണ് ഇരിക്കുന്നത്. നമ്മൾ ചീത്ത വശത്തോടെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. നല്ല വശം കൂടി ചേർത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. നമ്മൾ സ്റ്റിച്ച് ചെയ്ത കോളറിൻ്റെ ആ സ്റ്റിച്ചിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കത് തിരിച്ചിടണം. തിരിച്ചിട്ട് കഴിക്കുമ്പോൾ നമ്മുടെ കോളർ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് നമ്മളുടെ ഡ്രസ്സിൻ്റെ നല്ല വശത്ത് ഇങ്ങനെ കറക്റ്റാക്കി നെക്കിന് അവിടെ ഇങ്ങനെ ആയിട്ട് വെക്കുക. എന്നിട്ട് ഇതിൻ്റെ പുറത്തുകൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ നെക്കിൽ കോളർ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ നെക്ക് ഫിനിഷ് ചെയ്യണം. അതിന് വേണ്ടി ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യാം. ക്രോസ് പീസ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു തുണി എടുത്തിട്ട് അതിൻ്റെ കോണിൽ ഇങ്ങനെ ഡയഗണലായിട്ട് സ്കെയിൽ വെക്കുക. ഒരു കോൺ പോർഷനിലാണ് ഡയഗണലായിട്ട് വെക്കണം. എന്നിട്ട് ഈ സ്കെയിലിൻ്റെ വീതി എന്ന് പറയുന്നത് 1.5 ഇഞ്ചാണ്. ആ വീതിയിലങ്ങ് ഒരു ലൈനങ്ങ് 2 വശത്ത് ലൈൻ വരച്ച് ഒരു ക്രോസ് പീസ് കിട്ടും. നമുക്കിത് കട്ട് ചെയ്യാം. നമ്മളിങ്ങനെ ക്രോസ് പീസ് കട്ട് ചെയ്തു. അത് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് 2 തുമ്പും കൂടി ഇങ്ങനെ വെച്ച് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ ക്രോസ് പീസ് ജോയിൻ ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ നെക്കിൻ്റെ ഒരു പോർഷൻ ഇവിടുന്ന് മടക്കി കൊടുക്കുക. അകത്തേക്ക് മടക്കിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. നെക്കിന് ചുറ്റും നല്ല വശത്താണ് വെച്ചേക്കുന്നത്. നല്ല വശത്ത് വെച്ച് ഇങ്ങനെ ഇവിടെ വന്ന് ഇപ്പുറത്തെ സൈഡ് വരുമ്പോൾ ഇവിടെയും കൊണ്ട് കൂടുതലുള്ളത് കട്ട് ചെയ്തിട്ട് കുറച്ച് 1/2 ഇഞ്ച് മടക്കി ഇവിടെയും കൊണ്ട് നിർത്തണം. നമ്മൾ ക്രോസ് പീസ് ജോയിൻ ചെയ്തിട്ട് ഇനി ഇത് അകത്തേക്ക് മടക്കി ഹെമ്മിങ് ചെയ്യാം. ഏത് വശത്തെ സ്ലീവ് ആണെന്ന് നോക്കണം. ഇത് ഈ സൈഡിലത്തെ സ്ലീവ്, ഇത് ഈ വശത്തെ സ്ലീവ്. എന്നിട്ട് നമ്മൾ സ്ലീവിൻ്റെ ഒരറ്റം ഫ്രണ്ടിൻ്റെ ഒരു അറ്റത്തുനിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്ത് ബാക്കിൽ കൊണ്ടുവരിക. അതുപോലെ ഇപ്പുറത്തെ സൈഡ് നമ്മൾ 2 സ്ലീവും ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഷേപ്പ് ചെയ്യാതെ 1 ഇഞ്ച് വെച്ച് വരച്ചു. 2 സൈഡും ഓരോ ഇഞ്ച് വെച്ച് വരച്ചേക്കാണ്. അതിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യുക.
നമ്മൾ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് താഴത്തെ ഫ്ലെയർ സാധാരണ ചെയ്യുന്നോട്ട് 2 മടക്കിലൊന്ന് മടക്കി ചുറ്റും അങ്ങ് അടിക്കുക. അതുപോലെ ഈ കാണുന്നത് ഇതൊക്കെ ഒന്ന് മടക്കി ഹെമ്മിങ് ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ ഡിസൈൻ എങ്ങനെയുണ്ടായിരുന്നു? അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി ഇതുപോലെയുള്ള ഡിസൈൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.